Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBA ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതൊരു PG പ്രോഗ്രാമാണ്. ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്, മാക്സിമം വരുന്നത് 4 years ആണ്. അതിനുള്ളിൽ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്, സ്പെഷ്യലൈസേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ്. ഇനി SC ST അതുപോലെ OBC അല്ലെങ്കിൽ റിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് 45% മതി മാർക്ക്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 16,000 രൂപയാണ് പെർ സെമസ്റ്റർ. ഒരു സെമസ്റ്ററിൻ്റെ ഫീസാണ് പറയുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് ഈ 3 സെമസ്റ്ററുകളിലും 16,000 രൂപയാണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും എന്ന് പറഞ്ഞിട്ട് 700 രൂപ എക്സ്ട്രാ ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 16,700, സെക്കൻഡിൽ 16,000, അതുപോലെ ഫോർത്തിലും 16,000. ഇനി സെക്കൻഡ് ഫോർത്തൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ട. മെറ്റീരിയൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഇഗ്യാൻഘോഷ് എന്ന ഇഗ്നോയുടെ ലൈബ്രറി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് PDF ആയിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഫോണിലൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 16,000-ൽ നിന്നും 15% വീണ്ടും ഡിസ്കൗണ്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, തേർഡ് സെമസ്റ്ററിൽ 18,000 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഓക്കെ, തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 8 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് അതിന് വേണ്ടിയിട്ട് പറയുന്നത് ഇവിടെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സും അതിൻ്റെ ഫോൺ നമ്പറും അവരുടെ മെയിൽ ID ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനി ഏതൊക്കെ റീജിയൻ സെൻറ്ററിലാണോ ഏതൊക്കെ സ്റ്റഡി സെൻറ്ററിലാണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ 3 കോളേജസിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ട്. JDT, നിർമ്മലഗിരി, അതുപോലെ സനാതന ആർട്സ്. ഈ 3 കോളേജസിൽ മാത്രമേ നമുക്കൊരു കോഴ്സ് സ്റ്റഡി സെൻറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. സ്റ്റഡി സെൻറ്റർ എന്തിനാണ് തിരഞ്ഞെടുക്കുക? നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ അവിടെ പോവേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളെ കോഴ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി സെൻറ്റർ ആയിരിക്കും. നിങ്ങൾ അസൈൻമെൻറ്റിന് മാർക്ക് ഇടുന്നത് ഈ സ്റ്റഡി സെൻറ്റർ ആയിരിക്കും. സെമസ്റ്ററിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടി വരും. അത്ര മാത്രമേ ഉള്ളൂ ഈ സ്റ്റഡി സെൻറ്ററിൻ്റെ ഗുണങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ആക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള കൂടുതൽ സെൻറ്റേഴ്സ് അവൈലബിൾ ആവും. എക്സാമിൻ്റെ സമയത്ത് ഈ സ്റ്റഡി സെൻറ്റർ മാത്രമായിരിക്കില്ല, ഈ 3 മാത്രമായിരിക്കില്ല. ഓരോ ജില്ലകളിലും നമുക്ക് ഓരോ ജില്ലകളിൽ തന്നെ നമുക്ക് 5, 6, 7 സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റഡി സെൻറ്റർ പറഞ്ഞു വന്നത് സ്റ്റഡി സെൻറ്റർ തന്നെ എക്സാം സെൻറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കണം എന്ന ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ നമുക്ക് ഇത്രയും കോളേജസ് ഏതൊക്കെയാണത്? കത്തോലിക്കേറ്റ്, DB, പമ്പ, അതുപോലെ മാർ യുവാനിയസ്, ST ഹിന്ദു, ശ്രീനാരായണ കോളേജ് തുടങ്ങിയ ഈ 5ഓളം കോളേജുകളിലാണ് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു കോളേജ് നോക്കാം. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഇവിടെ വരുന്നത് ഈ 3 കോളേജസുകളാണ്. റൂറൽ അക്കാദമി, അതുപോലെ തന്നെ സാക്രഡ് ഹാർട്ട്, അതുപോലെ കേരള വർമ്മ കോളേജ്. ഈ 3 കോളേജുകളിലാണ് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ എടുക്കേണ്ട, ബാംഗ്ലൂരോ ഭോപ്പാലിലോ എവിടെ വെച്ചാലും നിങ്ങൾക്ക് എടുക്കാം. എക്സാമിന് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വെച്ചാലും, കേരളത്തിൽ വെച്ചോ വേറെ സംസ്ഥാനങ്ങളിൽ വെച്ചൊക്കെ നടത്താം. അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ വിദേശത്ത് ചില സെൻറ്റേഴ്സ് വരുന്നുണ്ട് എക്സാമിന്, പക്ഷേ അവിടെ എക്സാം ഫീസും കൂടുതലായിരിക്കും. പിന്നെ അവിടെ ചെന്നിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. പിന്നെ ഇതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സെമസ്റ്ററുകളാണ് വരുന്നത്. ഫസ്റ്റ് 2 സെമസ്റ്റർ, അതായത് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഫുൾ തിയറി പേപ്പേഴ്സാണ് വരുന്നത്. പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ടാവും തിയറിയിൽ. ഇപ്പോൾ ഇതിൽ കണ്ടോ, MMBC 1 മുതൽ MMBC 14 വരെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള 2 സെമസ്റ്ററുകളായിട്ട്. എല്ലാം കമ്പൽസറിയാണ്, നിർബന്ധമാണ്. തിയറി പേപ്പറാണ്, എല്ലാം 4 ക്രെഡിറ്റ്സിൻ്റെയാണ്. ക്രെഡിറ്റ്സ് എന്താണെന്ന് അറിയാത്തവർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കൂ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് MMBC 4, MMBC 5 ഇത് പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ EduFix അക്കാദമിയുടെ ക്ലാസ് ഉണ്ട്. MMBC 1 മുതൽ 14 വരെയുള്ള ക്ലാസ്സും ഉണ്ട് ഫസ്റ്റ് ഇയറിൽ. പിന്നെ നിങ്ങൾക്ക് അതുപോലെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ 2 പേപ്പേഴ്സും പ്രോബ്ലം പേപ്പേഴ്സാണ്, നന്നായി പഠിക്കേണ്ട പേപ്പേഴ്സാണ്. ഇവിടെ വരുന്ന സമയത്ത് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ ചെറിയൊരു പ്രോബ്ലം പേപ്പറാണ് മാനേജർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
ഇതിലൊക്കെ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി MMBC 1 മുതൽ 14 വരെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ അടുത്ത് റെക്കോർഡഡ് ക്ലാസ് ആണ്, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന് നോട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റൊക്കെ നമ്മൾ PDF ആയിട്ട് അയച്ചു തരുകയും ചെയ്യും. പിന്നെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ചെറിയൊരു ഫീസാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ് നമ്മൾ MBAക്ക് കൂടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നത്. ഇനി നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ആണല്ലോ സെക്കൻഡ് ഇയറിലോട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഒരൊറ്റ പ്രൊജക്റ്റ്, 8 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ്. ബാക്കിയെല്ലാം തിയറി കമ്പൽസറിയാണ്, ഒന്നും ഇലക്റ്റീവ്സ് അല്ല. നിങ്ങൾ ഇലക്റ്റീവ്സ് അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് തേർഡ് സെമസ്റ്ററിലോട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുണ്ടാവും നിങ്ങൾ ഏതാണ് കോഴ്സ് എടുത്തിട്ടുള്ളത്. ആ കോഴ്സ് അത് നമ്മൾ അവിടെ ചൂസ് ചെയ്യണം. ഏതാണ് MBA LS എന്ന് പറഞ്ഞ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. അത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി വരും. സെലക്ട് ആയി വന്നിട്ടില്ലെങ്കിൽ ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ലോജിസ്റ്റിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. ഈ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നുള്ളത് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊജക്റ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഫോർത്ത് സെമസ്റ്റർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കമ്പൽസറി പേപ്പേഴ്സാണ്. ഈ കമ്പൽസറി പേപ്പേഴ്സ് ആണ് എല്ലാം വരുന്നത്. തിയറി പേപ്പറുമാണ് കമ്പൽസറി പേപ്പർ. ആകെ ഒരു പ്രൊജക്റ്റ് മാത്രമാണ് MBAയിൽ വരുന്നതുള്ളൂ. അപ്പോൾ ഇത് ടോട്ടൽ നിങ്ങൾക്ക് 116 ക്രെഡിറ്റിൻ്റെ ഒരു കോഴ്സാണിത്. ടോട്ടൽ 116 ക്രെഡിറ്റ്സിൻ്റെ ഒരു കോഴ്സാണിത്. ഓക്കെ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിക്ക്, നിങ്ങളുടെ ഫ്യൂച്ചറിന് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിലുണ്ട്, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടുതൽ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതുവരെ കേട്ടിരുന്നതിന് താങ്ക് യു.